ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് മുത്തുമണീസ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പുതിയ വീട്ടിലത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട് അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ, ദൂരമുണ്ട്. പിന്നെ സ്കൂളാണ് നമ്മുടെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് തന്നെ സ്കൂളുണ്ട്. അപ്പോൾ റജിക്കുട്ടിനെയും റേസ്കുട്ടിനെയും ഇവിടെ ചേർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ അവർ വേണ്ടെന്നാണ് പറയുന്നത്. അവർ അവിടുന്ന് TC ചിലപ്പം പെട്ടെന്ന് തരൂല. അപ്പോൾ നമ്മൾ അത്രയും ദൂരം പോകുക തന്നെ വേണം. അപ്പോൾ എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്കിയിട്ട് ഇവിടെ ചേർത്താൻ പറ്റുകയാണെങ്കിൽ ചേർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ റിയാസ്ക്ക് രാവിലെ ഒരു ട്രിപ്പ് ഉള്ളതുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ സുബൈക്ക് നീച്ച് നിസ്കരിച്ചൊക്കെ ചെയ്തിട്ട് ഓതലൊക്കെ കഴിഞ്ഞ് അങ്ങനെ അടുക്കളയിൽ കയറി. പിന്നെ റിയാസ്ക്കൊക്കെ കട്ടൻ ചായ വെച്ച് കൊടുത്തു. കഴിക്കാൻ നിന്നില്ല കേട്ടോ, റിയാസ്ക്ക വേഗം പോകണം പറഞ്ഞിട്ട് പോയി. പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള സ്റ്റെപ്പാട്ടോ കയറുന്നത്. പിന്നെ ഇതാ ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു അയൽ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇവിടെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ ഇവിടേക്ക് മഴ ഉണ്ട്. പക്ഷെ ഇന്നലെ ആദ്യം ഇരുന്ന വീട്ടിൻ്റെ അവിടെ മഴയില്ല കേട്ടോ. താക്കോല് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ മഴയേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടേക്ക് നല്ല മഴ കേട്ടോ. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ പുതിയ പാത്രം ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 300 ഉറുപ്പിക കൊടുത്തിട്ട് ഒരു ചായപാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ചായപാത്രം പൊട്ടിക്കുകയാണ്, പഴയത് 17 വർഷമായിട്ടോ ആ പാത്രം മേടിച്ചിട്ട്. അപ്പം എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ചായപാത്രം മേടിക്കണം എന്ന് പിടിയുള്ളത്. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ഏതായാലും പുതിയ വീടും പുതിയ അടുപ്പും ഒക്കെ അല്ലേ, അപ്പോൾ ഒരു പുതിയൊരു പാൽപാത്രം ഇരിക്കട്ടെ വിചാരിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ രാവിലെ പുട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ റിയാസ്ക കഴിക്കാണ്ടാട്ടോ പോയത്, അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ലോങ് ആണ് പോയിരിക്കുന്നത്, മണ്ണാർക്കാട് എവിടേക്കോ ആണ് പോയിട്ടുള്ളത് കേട്ടോ ഒരു ട്രിപ്പ്. അപ്പോൾ ശരി, ഞാൻ വേഗം രാവിലെ പുട്ടുണ്ടാക്കി. പുട്ടും പഴവും. പിന്നെ അടുത്ത് കടയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് അത്യാവശ്യം പോകണം എന്ന് പറഞ്ഞാൽ അടുത്ത് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ വീടിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ ഇടാം കേട്ടോ, എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അലമാര പഴയതിന് കൊടുത്തു, തുണി ഇടാൻ അലമാരല്ലാണ്ടൊക്കെ കെട്ടി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത് സ്കൂളുണ്ട്, നമുക്ക് സ്കൂള് ഫ്രണ്ടിൽ നിന്നും ബാക്കൊന്നും സ്കൂൾ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ 1 മുതൽ 7 വരെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ചിലർ പ്രൈവറ്റ് എന്ന് പറയുന്നുണ്ട്, ചിലർ ഗവൺമെൻറ് എന്നും പറയുന്നുണ്ട്. 7 വരെ ഉള്ളൂ സംഭവം. അപ്പോൾ എന്നാലും അവിടുന്ന് TC വേഗത്തിൽ കിട്ടൂല, അതുകൊണ്ട് നമുക്ക് ചേർത്താനും പ്രയാസമാണ്. അപ്പോൾ ദൂരമാണെങ്കിൽ അപ്പോൾ ഞാൻ ടീച്ചറിനോട് കുറച്ച് വൈകിയാലും എത്തിക്കാമെന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്, നമ്മളിവിടെ വന്ന് പെട്ടു എന്ന് തന്നെ പറയാം. കുറച്ച് വീട് കിട്ടാത്തതുകൊണ്ട് ദൂരത്ത് വന്ന് പെട്ടതാണ് കേട്ടോ. അവിടെ ഞാൻ കുറേ അന്വേഷിച്ചു, പക്ഷെ ആളധികമുള്ളവർക്ക് വീട് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വാടകയും കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദൂരം വന്നത്. അപ്പോൾ എന്തായാലും ആകെ വന്ന് പെട്ടു എന്ന് തന്നെ പറയാം. ദൂരത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ പെട്ടത്. റിയാസ്ക്കാക്ക് സ്കൂൾ ട്രിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ എണിച്ച് പോകേണ്ടി വരും. പിന്നെ അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് വന്ന് പിന്നെ ഞങ്ങളെയും കൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇതാണ്. പിന്നെയും വീടിൻ്റെ സൗകര്യത്തിൽ നമുക്ക് വീടും വേണ്ടേ, അങ്ങനെ ഇരുന്നതാട്ടോ. അപ്പോൾ എന്തായാലും വന്നതിന് 1 വർഷം നമുക്ക് ഇവിടെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഇവിടെ തന്നെ ഒരു സ്വന്തം വീടാകാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വേണ്ടി കുറേ ആളുകൾ നമ്മുടെ ഫാമിലിയിൽ വന്നതും അവരിൻ്റെയൊക്കെ പ്രാർത്ഥനയുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമുക്ക് കട്ട സപ്പോർട്ടുണ്ട്, കുറേ ആളുകൾ നമുക്ക് കട്ട സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള ഓരോ കമൻ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമുക്ക് നേകിയിട്ടുണ്ടെങ്കിൽ ആര് തടുത്താലും നിൽക്കൂല, റബ്ബ് തരും, അത് നമുക്ക് ഉറപ്പാണ്. അങ്ങനെ കുട്ടികളൊക്കെ ഓരോരുത്തരും എണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടും ഇതുണ്ടാക്കി. പിന്നെ പരിപ്പ് കറി വെക്കാൻ വിചാരിച്ചു. ചോറ് പിന്നെ അരിയിട്ട ചോറാവും. പിന്നെ അങ്ങനെ പുട്ടും പഴമൊക്കെ കഴിച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കുള്ളത് റെഡിയാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പരിപ്പ് മുളക് കറിയാണ്. കൈപൊള്ളി ചാറിഞ്ഞ് താളിക്കണം കേട്ടോ. പിന്നെ മുട്ട വാങ്ങിയിട്ടുണ്ട്. രാവിലെ പുട്ടും പഴമായിരുന്നു കേട്ടോ. മുട്ട വാങ്ങിയിട്ടുണ്ട്, ഇത് പൊരിച്ചിട്ട് പരിപ്പിച്ചാറും. പിന്നെ നമ്മൾ അടുക്കള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ. പിന്നെ ഇവിടെ സിറ്റ് ഔട്ടിൽ നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലടിക്കും. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ ഇത്തിരി വെയിലടിക്കുന്നുണ്ട്. കൊടുക്കുക തുണികളൊക്കെ ഇങ്ങനെ അയൽ കെട്ടിയിട്ടിട്ട് കേട്ടോ. നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരത്തെ വീഡിയോസ് ആട്ടോ എടുത്ത്. പ്രിയാസ്ക്ക് ചോറ് കഴിക്കാനൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഓണർ ചേച്ചിൻ്റെ വീടും ഓണർ ചേച്ചിൻ്റെ മകളുടെ വീടാട്ടോ. അപ്പുറത്ത് അവർ സോളാർ വെക്കുക കേട്ടോ. അതിന് മേലെ 2 വീട്ടിലും സോളാർ വെക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കൂളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കേണിപ്പടിൻ്റെ അവിടെ നിന്ന് നോക്കി പറഞ്ഞാൽ
അങ്ങനെ സ്കൂളിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ കാണാൻ പറ്റും. ഇതിന് ചെറിയൊരു വഴിയും കൂടി ഉണ്ട് കേട്ടോ അങ്ങോട്ട് കടക്കാൻ. പിന്നെ ചുറ്റും വീടുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം എന്താ പറയുക, ഒരു ഉള്ള ഏരിയ ആണെങ്കിലും നല്ലൊരു അന്തരീക്ഷം ഉണ്ട് കേട്ടോ. പിന്നെ എന്താ മഴ ഉണ്ട്, ഇവിടേക്ക് ഇന്നും മഴ പെയ്യണ പോലെ ഉണ്ട്. അപ്പോൾ വീടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. രണ്ട് വീടും കാണാൻ നല്ല ഭംഗിയുണ്ട്. വീടൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ആഗ്രഹമല്ലേ, ഇപ്പോൾ നമുക്കും എന്താണ് ഒരു സ്വന്തം വീട്. ഇത്ര വലുതൊന്നും വേണ്ടെങ്കിൽ ഒരു കുഞ്ഞു വീട് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ കയറാനുള്ള സ്റ്റെപ്പാട്ടോ അത്. അപ്പോൾ ഞാൻ ഹോം ടൂറിൽ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അലമാര ഇല്ലാത്തതുകൊണ്ട് തുണികളൊക്കെ ഇങ്ങനെ മേശൻ്റെ മേലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അലമാര എത്രയും പെട്ടെന്ന് റിയാസ് ഖാനോട് വാങ്ങാൻ പറയണം, അടവിനെങ്കിലും ഒന്ന്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ സിറ്റൗട്ടിൽ നിന്ന് നോക്കിയ സ്കൂളൊക്കെ കാണാൻ പറ്റും കേട്ടോ. സ്കൂൾ ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന വീട് അപ്പുറത്തുള്ള വീടുമാണ് നമ്മുടെ അടുത്തുള്ള വീടുകൾ കേട്ടോ. പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെറും കറണ്ട് കട്ട് കൂടുതലാട്ടോ. കറണ്ട് വെറുതെ പോവുകയാണ്. എന്താ പറയുക, കറണ്ട് മിനിറ്റിന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം ഇരുന്ന ഇവിടെ ഒന്നും കറണ്ടിൻ്റെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ റിൻഷിമോള് ചോറ് കഴിക്കണ നേരമാണ് കേട്ടോ. ചോറ് റിയാസ്ക്ക് രാവിലെ പോയതാണ്, ഒരു ട്രിപ്പ് കിട്ടിയപ്പോൾ അങ്ങനെ പോയതാട്ടോ. പരിപ്പിച്ചാറും മുട്ട പൊരിച്ചതുമാണ് ഇന്ന് സ്പെഷ്യൽ. അപ്പോൾ അവൾ എത്ര മണിക്ക് ചോറ് കഴിക്കണമെന്ന് അറിയോ ഗൈസ്? സമയം കാണിച്ചു തരും ഞാൻ. 5 മണിക്കാണ് നമ്മൾ ചോറ് കഴിക്കണം കേട്ടോ. ഇവിടെ സമയം പോണില്ല അല്ലേ നമുക്ക്. കറണ്ട് കട്ടുണ്ട് ഇവിടെ അല്ലേ. കറണ്ട് വന്നും പോയി കൊണ്ട് നിൽക്കണം കേട്ടോ. ആകെ എന്താ പറയുക അല്ലേ റിൻഷി, കറണ്ട് വന്നും പോയി കൊണ്ട് നിൽക്കണം. രാവിലെ 7 മണിക്ക് കറണ്ട് പോയിട്ട് 9:30 കേട്ടോ കറണ്ട് വന്നത്. 7 മണിക്ക് കറണ്ട് പോയിട്ട് 9:30 വന്നത്. ഉറങ്ങാനേ പറ്റണില്ല, ചുട്ടിട്ട് കാറ്റും ഇല്ല. കറണ്ട് പുക കറണ്ട് പുക വരിക. ഇപ്പോൾ മഴക്കാറ് പോലെ ഉണ്ട്. അവൾ പുട്ട് തിന്ന ശേഷം പിന്നെ ഇപ്പോഴാട്ടോ ചോറ് കഴിക്കണം. രാവിലെ പുട്ടും പഴം നിന്നിട്ട് ഇപ്പോഴാണ് അവൾ ചോറ് കഴിക്കണം. സമയമൊന്നുമില്ല, തോന്നുമ്പോഴൊക്കെ നമുക്ക് തിന്നാലേ. എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണം, മരിക്കണവരെ. പറയണവരൊക്കെ പറയട്ടെ, കുശുമ്പുള്ളവരൊക്കെ പറയട്ടെ. ചിലവർ നന്നാണത്, ചിലവർക്ക് കണ്ടുകൂടാ. വാടക വീടായിട്ടേ ഇങ്ങനെ. അപ്പോൾ സ്വന്തം വീടാണെങ്കിൽ എന്തിരിക്കില്ലേ ആൾക്കാരുടെ അവസ്ഥ. വാടക വീടായിട്ടേ നമ്മളെ വെറുതെ വിടുന്നില്ല ഓരോരുത്തർ. അപ്പം ഇനി സ്വന്തം വീട് കൂടി ആയാൽ എന്തായിരിക്കും, പൊരിച്ച് തിന്നുമല്ലോ. പഠിച്ചവനെ ആരെന്ത് ചെയ്താലും നമുക്ക് തരാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ തരും. എന്തായാലും ചെയ്യാം. നമുക്ക് അല്ല ഏകിയിട്ടുണ്ടെങ്കിൽ അത് ആര് തടുത്താലും നിൽക്കില്ല. നമുക്ക് പറഞ്ഞിട്ട് ഏകിയിട്ടുണ്ടെങ്കിൽ അത് ഏത് വഴിക്ക് എങ്ങനെ തലകുത്തി നിന്ന് നമ്മളെ തകർക്കാൻ നോക്കിയാലും, നമുക്ക് മുടക്കാൻ നോക്കിയാലും, റബ്ബ് നമുക്ക് ഏകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ എത്തും. 100% ഉറപ്പാണത്. എന്താ കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അത്താനും ഞാൻ കാണാനില്ല. അപ്പോൾ നമുക്ക് വിധിയുണ്ടെങ്കിൽ നമ്മളത് നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മളെ തേടിയെത്തും അല്ലേ. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിസ്കരിക്കട്ടോ. അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും സ്വന്തം വീടാവാൻ വേണ്ടി ദുആ ചെയ്യുക. പിന്നെ നമുക്ക് കുറേ പേര് നല്ല കമൻ്റ് ഇടുന്നുണ്ട്, നല്ല നമ്മളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീടാവാനും. വാടകയ്ക്ക് ഇരുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. അപ്പോൾ ചില പ്രത്യേക കാരണങ്ങളെക്കാളും നമുക്ക് വീട് നഷ്ടപ്പെട്ടു അവിടുത്തെ. അപ്പോൾ നമുക്കതിനും നല്ല വീടല്ല നമുക്ക് തന്നു അല്ലേ. അത്ര തന്നെ, കൂടുതലൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ എന്താ പറയാനുള്ളത്. ഇനിയിപ്പോൾ റിസൾട്ട് വരാനായിട്ടോ. 10ാം ക്ലാസ്സിലെ റിസൾട്ട് കാത്തിരിക്കണം. റെഡിച്ച് മുട്ട വേണ്ടേ? എന്താണ് മുട്ട പൊരിച്ചിട്ട് തിന്നാത്തത്? ഉപ്പിട്ട് കഴിച്ചിട്ടുണ്ടാവില്ല. ഉള്ളി കിട്ടില്ല. പറ, അള്ളാനെ വിളിക്കാനോളെ. അപ്പോൾ ശരി ഗൈസ്, ടാറ്റ.